നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ നിന്നും ഹൊഗനക്കൽ വാട്ടർഫോൾസ്, അതായത് തമിഴ്നാട്ടിലുള്ള ഹൊഗനക്കൽ വാട്ടർഫോൾസിലേക്കുള്ള യാത്രയാണ്. ബാംഗ്ലൂർ സിറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞു. അപ്പം നമുക്ക് കാണാൻ വളരെ വന മേഖലയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞ് കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലുള്ള ഹൊഗനക്കൽ വാട്ടർഫോൾസിൽ നമ്മൾ ചെന്നെത്തും. ഹൊഗനക്കൽ വാട്ടർഫോൾസ് എന്ന് വെച്ചാൽ നമ്മുടെ കാവേരി നദിയുടെ ഒരു ഭാഗമാണ്. അത് തമിഴ്നാട്ടിലെ ധർമ്മപുരി ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഒരു വാട്ടർഫോളാണ്. ധർമ്മപുരിയുടെയും പിന്നെ കർണാടകയുടെ ചമ്രാനഗർ ഡിസ്ട്രിക്റ്റിൻ്റെയും ഇടയ്ക്ക് വരുന്നൊരു ഏരിയയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തമിഴ്നാട് കർണാടക ബോർഡറിലുള്ളൊരു വാട്ടർഫോളാണ് ഈ ഹൊഗനക്കൽ വാട്ടർഫോൾ. അതിന് വളരെ മനോഹരമായൊരു വാട്ടർഫോളാണിത്. വളരെയധികം ആൾക്കാർ ടൂറിസ്റ്റുകളോട് വന്ന് ഇത് കാണാൻ വരാറുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാൻ സമയമാണ്. പിന്നെ അവിടുന്ന് നമുക്ക് അവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കാനുള്ള അവസരമുണ്ട്. അവിടുത്തെ ഫിഷ്, വാട്ടർഫോളിൽ നിന്ന് പിടിക്കുന്ന ഫിഷ് വെച്ച് ചോറ്, ഒരു മീൽസ്, അതും അവിടെ നമുക്ക് കഴിക്കാനുള്ള അവസരം കിട്ടും. അതായത് വളരെ നല്ലൊരു ഈ റൂട്ടിലുള്ള നല്ലൊരു വാട്ടർഫോളാണ് ഹൊഗനക്കൽ വാട്ടർഫോൾസ്. അത്യാവശ്യം ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയി കറങ്ങാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. അതിൽ നിങ്ങളിനി ഈ വഴി പോകാന്നിട്ട് തീർച്ചയായിട്ടും ഈ വാട്ടർഫോൾസ് ഒന്ന് സന്ദർശിക്കണം. നിങ്ങൾക്ക് ഏതായാലും അത് ടൈം വേസ്റ്റ് ആകത്തില്ല. നല്ലൊരു ഇത് തന്നെയാണ്. നമുക്ക് ഈ യാത്ര നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ രണ്ട് സൈഡുകളിലും ഭയങ്കര തിക്കായിട്ടുള്ള ജംഗിളാണ്, വനമേഖലയാണ്. ഇവിടെ പലതരത്തിലുള്ള വന്യജീവികളും പക്ഷികളും ഒക്കെ ആവസിക്കുന്ന ഒരു കേന്ദ്രമാണിത്. അതുകൊണ്ട് വളരെ പകൽ സമയം പോകെങ്കിൽ നമുക്ക് നല്ലൊരു നയനമനോഹരമായ കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. പലതരത്തിലുള്ള ചെടികൾ, പലതരത്തിലുള്ള മരങ്ങൾ, നമ്മൾ ഒരു സാധാരണ ഒരു വനത്തിൽ കാണുന്ന ടൈപ്പ് മരങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നല്ല ശുദ്ധമായ വായുവാണ് ഇവിടുത്തെ ഈ മേഖലയുടെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. പക്ഷെ കുറേ ഇരുട്ടുന്നതിന് മുമ്പേ വാട്ടർഫോൾസിൽ എത്തിയാലേ നമുക്ക് അത്യാവശ്യം വാട്ടർഫോൾസ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പകൽ സമയത്ത് തന്നെ ഇതുവഴി വാട്ടർഫോൾസിൽ എത്താൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കണം. വലിയ ഡേഞ്ചറായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു യാത്ര ആസ്വദിക്കാൻ പറ്റും.